നിങ്ങൾ അറിഞ്ഞോ? പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ഒരു ഉണ്ണി പിറന്നിട്ടുണ്ട്. ഡൽഹിയിലെ ലോക് കല്യാൺ മാർഗിലെ 7-ാം നമ്പർ വസതിയിലാണ് പുതിയ അതിഥി എത്തിയത്. പ്രധാനമന്ത്രിയുടെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചതനുസരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലെ ഗോമാതാവ് ഒരു പശുക്കിടാവിന് ജന്മം നൽകിയെന്നും ആ പശുക്കിടാവിന്റെ നെറ്റിയിൽ പ്രത്യേകമായ ഒരു അടയാളമുണ്ടെന്നും മോദി ആ പോസ്റ്റിൽ പറയുന്നുണ്ട്. ഈ അടയാളം പ്രകാശത്തിന്റെ പ്രതീകമായി തോന്നുന്നത് കൊണ്ട് അദ്ദേഹം ആ പശുക്കിടാവിന് ദീപ് ജ്യോതി എന്ന് പേര് നൽകി. അതുകൊണ്ടും തീർന്നില്ല. ഗാവ് സർവ്വ സുഖപ്രദ എന്ന് വെച്ചാൽ പശു സർവ്വ ഐശ്വര്യങ്ങളുടെയും പ്രതീകമാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുണ്ട്. അത് വളരെ സത്യമാണ് കേട്ടോ. കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു 19-കാരനെ പശുവിൻ്റെ പേരിൽ വെടിവെച്ചതെന്ന് ഓർമ്മയില്ലേ? പശു കാരണമാണ് സർവ്വസുഖം എല്ലാവർക്കും ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇലക്ട്രൽ ബോണ്ടായിട്ടും പിന്നെ ബീഫ് കയറ്റുമതിയിൽ ഇന്ത്യ നമ്പർ 1 ആണ്. ഈ ബീഫ് കയറ്റുമതിയും ഇലക്ട്രൽ ബോണ്ടുമെല്ലാം രാഷ്ട്രീയമായി ചേരുമ്പോൾ ഒരു പ്രശ്നവുമില്ല. അത് നമ്മുടെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ചെയ്യുമ്പോഴാണ് വലിയ അപരാധമായി മാറുന്നതും കൊല്ലും കൊലയും നടക്കുന്നത്. എത്ര പ്രകാശം ചെരിയുന്ന പശുക്കിടാവിന് നൽകിയാലും ആ 19-കാരന് പകരം ആകില്ലെന്ന് എല്ലാവരും അറിയുക. മൃഗങ്ങളെയും മൃഗങ്ങളായും മനുഷ്യരെയും കാണാൻ കഴിയുന്ന ഒരു നാൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.